ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രകാശൻ ഇന്നത്തെ ന്യൂസ് പേപ്പർ എന്തിയെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് പത്രം നിർത്തിയെന്ന്. പ്രകാശൻ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാണ് പത്രം നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ചന്ദ്രിക മാധവനോട് ചോദിച്ചിട്ടാണ് പത്രം നിർത്തലാക്കിയതെന്ന്. മാധവനാണല്ലോ പൈസയൊക്കെ പത്രത്തിന് വേണ്ടി കൊടുക്കുന്നത്, അതങ്ങ് നിർത്തലാക്കിയെന്ന് പറയുന്നു. പ്രകാശൻ അപ്പോൾ ദേഷ്യത്തോടെ TV ഓൺ ചെയ്തിട്ട് ന്യൂസ് കാണാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ചന്ദ്രിക അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് TV എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ചാർജ് ആകും, അതുകൊണ്ട് TV വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് TV ഓഫ് ചെയ്തിട്ട് റിമോട്ടുമായിട്ട് പോകുന്നുണ്ട്. ശരിക്കും പ്രകാശൻ ചമ്മി പോകുന്നുണ്ട്. മുത്തശ്ശിയും വിനുവും അത് കണ്ടിട്ട് ചിരിക്കുകയാണ്. മനോജും ചിരിച്ചുകൊണ്ട് ഏട്ടനോട് പറയുന്നുണ്ട് ഹരിത പത്രം വാങ്ങിയിട്ടുണ്ട്, റൂമിലുണ്ട്, വേണോ എന്ന് ചോദിക്കുന്നു. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് അതിലും ഭേദം ചവറ്റുകുട്ടയിലെ പത്രം വായിക്കുന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് പ്രകാശൻ ദേഷ്യത്തോടെ പോകുന്നു. പ്രകാശൻ സുചിത്രയോട് ചായ എടുത്തിട്ട് വരാനെന്ന് പറയുന്നു. സുചിത്ര അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ചന്ദ്രിക അപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ് ഏട്ടൻ ചായ ചോദിക്കുന്നു എന്ന് പറയുന്നു. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് ഈ ചായയിൽ നിന്നും ആർക്കും തരാൻ പറ്റത്തില്ല എന്ന്. ഇത് ഹരിതയ്ക്കും മനോജിനും മാത്രമുള്ള ചായയാണ്, അവർ പാല് വാങ്ങി തന്നതാണെന്നൊക്കെ പറയുന്നു. സുചിത്ര അപ്പോൾ പറയുന്നുണ്ട് അതിൽ നിന്നും കുറച്ച് ചായ തന്നാൽ മതി, പ്രകാശ് ഏട്ടന് ചായ ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു തന്നാ പിന്നെ എനിക്ക് തന്നെ പ്രശ്നമാകും, അത് പറ്റത്തില്ല എന്ന് പറയാണ്. മനോജ് അവിടേക്ക് വരുന്നുണ്ട്. മനോജ് ചായ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. മനോജ് ചായ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് എല്ലാ പാലും ഈ ചായയിൽ തന്നെ ചേർത്തല്ലോ എന്നൊക്കെ. മനോജ് സുചിത്രയോട് പറയുന്നുണ്ട് ഏട്ടത്തിക്ക് വേണമെങ്കിൽ ഇതിൽ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരാമെന്നൊക്കെ. പ്രകാശ് ഏട്ടൻ ആഹാരത്തിന് കണക്ക് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് ചായയുമായിട്ട് പോകുന്നുണ്ട്. മനോജ് ചായയുമായിട്ട് ചെല്ലുമ്പോൾ പ്രകാശൻ തെറ്റിദ്ധരിക്കുന്നുണ്ട് പ്രകാശനൂടെയാണെന്ന്. മനോജ് അപ്പോൾ പറയുന്നുണ്ട് ഇത് എനിക്കും എന്റെ ഹരിതമോൾക്കും ഉള്ളതാണെന്ന് പറയുന്നു. രണ്ടുപേരും ഒരുമിച്ച് ചായ കുടിക്കാണ്. ആ സമയത്ത് മനോജ് പറയുന്നുണ്ട് ഇവിടെ നിന്ന് കുടിക്കണ്ടെന്നൊക്കെ. നമ്മൾ ചായ കുടിക്കുന്നത് കണ്ടിട്ട് ഇവരൊക്കെ കൊതിയിടും, നമുക്ക് വയറ്റിളക്കം വരുമെന്ന് പറഞ്ഞിട്ട് ഹരിതയും കൂട്ടിയിട്ട് മനോജ് അവിടെ നിന്നും പോകുന്നു. സുചിത്ര അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. സുചിത്ര പ്രകാശൻ വഴക്ക് പറയുകയാണ് ചായ എവിടെയെന്ന് ചോദിച്ചിട്ട്. പ്രകാശൻ അടിക്കാൻ കൈ പൊക്കുന്നുണ്ട്. ആ സമയത്ത് സുചിത്ര പറയുന്നുണ്ട് എന്നെ തല്ലിക്കൊന്നു പിഴിഞ്ഞു വേണമെങ്കിൽ ചായ എടുത്തോളാം എന്നൊക്കെ. പൈസ കൊടുത്തവർക്ക് മാത്രമേ ചായ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇവൻ TV വെച്ചതിന് വരെ കണക്ക് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ചന്ദ്രിക ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ. പ്രകാശൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. സുചിത്ര സങ്കടപ്പെടുകയാണ്. സുചിത്ര പറയുന്നുണ്ട് അമ്മ പ്രകാശേട്ടന് കുറച്ച് ചായ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല, എനിക്ക് എന്റെ കടമ പോലും നിർവഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എന്റെ മരുമകൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അവൾ ഇപ്പോൾ കരയുകയായിരിക്കുമെന്നൊക്കെ പറയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം പ്രകാശൻ തന്നെയാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നു. മുത്തശ്ശിയും ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ആ സമയത്ത് വിനു മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്നു. വന്ദനയും ദിയമോളും അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുന്നു. സുചിത്ര ദിയമോളോട് ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചോന്നൊക്കെ. ദിയ പറയുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ കാലിന്റെ കാര്യവും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സുചിത്ര അപ്പോൾ പറയുന്നുണ്ട് ദിയമോളുടെ കാലൊക്കെ ശരിയാകുമെന്നൊക്കെ. വന്ദനയോട് പറയുന്നുണ്ട് നമുക്ക് കാർത്തിക ഡോക്ടറിനെ പോയി കാണാമെന്ന്. വന്ദന അപ്പോൾ പറയുന്നുണ്ട് അതിന് ഒരുപാട് പൈസയാകില്ലെന്നൊക്കെ. സുചിത്ര അപ്പോൾ പറയുന്നുണ്ട് കൺസൾട്ടേഷൻ ഫീസ് മാത്രമേ ആകത്തുള്ളൂ, അത് ഞാൻ കൊടുക്കാമെന്ന് പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ആ പൈസയൊക്കെ എന്റെ കയ്യിലുമുണ്ട്, ഞാൻ കൊടുക്കാമെന്നൊക്കെ. സുചിത്ര വിചാരിക്കുന്നുണ്ട് വന്ദനയുടെ കൂടെ പോകാൻ കുറച്ചു നേരമെങ്കിലും ഈ വീട്ടിൽ നിന്നും കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ ഓർക്കുകയാണ്. സുചിത്ര ദിയമോളോട് പറയുന്നുണ്ട് മോളുടെ കാൽ ശരിയായ ഉടനെ തന്നെ മോൾക്ക് ഞാനൊരു സൈക്കിൾ വാങ്ങി തരാമെന്നൊക്കെ. ചന്ദ്രികയും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചന്ദ്രികയോട് വന്ദന പറയുന്നുണ്ട് മോളെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന്. സുചിത്രയും കൂടെ ചെല്ലുന്നുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ചന്ദ്രികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രിക പറയുന്നുണ്ട് സുചിത്രയും കൂട്ടി പോകണ്ട, അവളെയും കൂട്ടി പോയ പ്രകാശൻ പറയും അവളാണ് പൈസ മൊത്തം ചെലവാക്കിയതെന്ന്. വന്ദനയുടെ കൂടെ അച്ഛനോ അമ്മയോ ആണ് വരേണ്ടത്, അതുകൊണ്ട് ഞാൻ തന്നെ വന്നോളാം, സുചിത്ര വരണ്ടെന്ന് പറയുന്നു. ചന്ദ്രിക പറയുന്നത് കേൾക്കുമ്പോൾ സുചിത്രയ്ക്ക് സങ്കടം വരുന്നുണ്ട്. സുചിത്ര പറയുന്നുണ്ട് കുഴപ്പമില്ല, ഞാൻ പോകുന്നില്ല എന്ന്. സുചിത്ര പോയതിനു ശേഷം വന്ദന അമ്മയോട് പറയുന്നുണ്ട് സുചിത്ര ഏട്ടത്തിയോട് അങ്ങനെയൊന്നും പെരുമാറരുതായിരുന്നു എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വന്ദന ദിയമോളെയും കൂട്ടി ഡോക്ടറിന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്.
ഡോക്ടർ ദിയമോളുടെ എക്സ്റേ ഒക്കെ നോക്കിയിട്ട് കാലിന് നല്ല ഭേദമുണ്ടെന്ന് പറയുന്നു. ഇനിയും കാലിൽ പ്ലാസ്റ്റർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഫിസിയോതെറാപ്പിയും എക്സസൈസും മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു. നാളെ തന്നെ ഫിസിയോതെറാപ്പി തുടങ്ങണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വന്ദന പറയുന്നുണ്ട് അതിന് ഒരുപാട് പൈസയാകില്ല എന്നൊക്കെ. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ദിയമോളുടെ എല്ലാ ചികിത്സയും ഒരു ചാരിറ്റി ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ആരോടും സഹായം ചോദിച്ചില്ലല്ലോ എന്നൊക്കെ. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ചില ചാരിറ്റി സെന്ററുകൾ ഹോസ്പിറ്റലിൽ തന്നെ അന്വേഷിച്ച ആൾക്കാരെ കണ്ടുപിടിക്കുന്നതാണെന്നൊക്കെ. എന്തായാലും നാളെ തൊട്ട് മോളെയും കൂട്ടി ഡെയിലി വരണം, ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടറിന് പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട്. ഡോക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട്. ആ സമയത്ത് വന്ദന കരഞ്ഞുകൊണ്ട് ദിയയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ദിയ മോളോട് പറയുന്നുണ്ട് കോടീശ്വരനായ രാജീവ് സാറിന്റെ മകളാണെങ്കിൽ പലരുടെയും സഹായം സ്വീകരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ. വന്ദന പറയുന്നുണ്ട് നാളെ ട്രീറ്റ്മെന്റിന് മോളുടെ കൂടെ ഞാൻ വരണോ, അമ്മ വന്നാൽ പോരെ, ഞാൻ ജോലിക്ക് കയറിയതല്ലേ എന്നൊക്കെ പറയുന്നു. ദിയ പക്ഷെ നിർബന്ധം പിടിക്കുന്നുണ്ട് വന്ദനാമ്മ തന്നെ എന്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം വന്ദന തന്നെ വരാമെന്ന് സമ്മതിക്കുകയാണ്. ശേഷം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജഗനെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്